എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കേരളത്തിൽ ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്ന കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ നടന്നിട്ടുള്ള പദ്ധതികളിൽ കിഫ്ബി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് 140 മണ്ഡലങ്ങളിലും ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഒരു മണ്ഡലത്തിലെ ഒരു ഹൈടെക് സ്കൂൾ എന്ന സ്കീം ആണ് ആദ്യമായി നടന്ന പ്രധാന കാര്യം. ഞാൻ കടുത്തുരുത്തി മണ്ഡലത്തിൽ നിന്ന് ശുപാർശ ചെയ്തത് പെരുവ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. പെരുവ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗവൺമെൻറ് 5 കോടി രൂപ കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി തന്നു. അവിടെ ഹൈസ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉണ്ട്. ഒരു വലിയ സ്കൂൾ സമുച്ചയമാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 5 കോടി രൂപ ഗവൺമെൻറ് തന്നപ്പോൾ 2.5 കോടി രൂപ MLA ഫണ്ടിൽ അസറ്റ് ഫണ്ടിൽ നിന്ന് ഞാനും കൊടുക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ 7.5 കോടി രൂപയുടെ പ്രോജക്റ്റ് MLA ഫണ്ടും കിഫ്ബിയുടെ ഫണ്ടും ചേർത്ത് സംയുക്തമായി നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ അറുന്നൂറ്റുമംഗലം ഗവൺമെൻറ് ഹോസ്പിറ്റൽ കോവിഡ് കാലഘട്ടത്തിൽ ഐസൊലേഷൻ വാർഡുകളുടെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് എല്ലാ അസംബ്ലി മണ്ഡലങ്ങളും MLAമാരുടെ അസറ്റ് ഫണ്ട് ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു പർപ്പസിന് വേണ്ടി വിട്ടുകൊടുക്കണം എന്നാവശ്യപ്പെട്ടു. അത് കിഫ്ബി സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് ആവിഷ്കരിച്ചത്. അങ്ങനെ അറുന്നൂറ്റുമംഗലം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടെ ഒരു ഐസൊലേഷൻ വാർഡ് പ്രത്യേകമായിട്ട് നിരവധി ആളുകൾക്ക് ഉപകാരപ്രദമാവുന്ന വിധത്തിൽ സജ്ജമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കിഫ്ബി ഫണ്ടും MLA അസറ്റ് ഫണ്ടും കൂടെ സംയുക്തമായി ചേർത്ത് ചെയ്ത മറ്റൊരു പദ്ധതിയാണ്. അതുപോലെ കടുത്തുരുത്തിയിലെ സബ് രജിസ്ട്രാർ ഓഫീസ്, കടുത്തുരുത്തി സബ് രജിസ്ട്രാർ ഓഫീസ് ജീർണാവസ്ഥയിലായിരുന്നു. അത് പുതുക്കി പണിയണമെന്ന ആവശ്യം നിയമസഭയിൽ പല പ്രാവശ്യങ്ങളിലായിട്ട് ഉന്നയിച്ചു. ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ G. സുധാകരൻ, അദ്ദേഹം നമ്മുടെ രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ മന്ത്രിയായിരിക്കുമ്പോൾ ഈ പ്രപ്പോസൽ കൊടുത്തു. സ്റ്റേറ്റിലെ ഏതാനും സ്ഥലങ്ങൾ സബ് രജിസ്ട്രാർ ഓഫീസുകൾ ജീർണാവസ്ഥയിലുള്ളത് പുതുക്കി പണിയുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയിൽ കിഫ്ബി പദ്ധതിയുടെ ഭാഗമായിട്ട് കടുത്തുരുത്തി സബ് രജിസ്ട്രാർ ഓഫീസും ഗവൺമെൻറ് ഉൾപ്പെടുത്തി തന്നു. അത് തീർച്ചയായിട്ടും കടുത്തുരുത്തിയിലെ ജനങ്ങൾക്ക് അനുഗ്രഹപ്രദമാകുന്ന ഒരു നല്ല കാര്യമായിരുന്നു. അങ്ങനെ സബ് രജിസ്ട്രാർ ഓഫീസ് ഇപ്പോൾ പൂർത്തീകരിച്ച് നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ VN വാസവൻ അവർ ഉദ്ഘാടനം ചെയ്ത് അത് നന്നായിട്ട് പ്രവർത്തിക്കുകയാണ്. കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി നേരിട്ട് പ്രയോജനം കിട്ടിയ ഒരു പദ്ധതി എന്ന് പറയുന്നത് സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെ കെട്ടിട നിർമ്മാണമാണ് എന്നുള്ളത് നൂറുകണക്കിന് കാര്യങ്ങൾ പറയുന്നതിനിടയിൽ തീർച്ചയായിട്ടും ഞാൻ സന്തോഷത്തോടുകൂടി അത് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളം ഒട്ടാകെ നടപ്പാക്കിയ കൂടംകുളം പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ്. കൂടംകുളം പദ്ധതിയുടെ 400 kV സബ്സ്റ്റേഷൻ, അതിനുള്ള സ്ഥലം കടുത്തുരുത്തി മണ്ഡലത്തിലെ കുറവലങ്ങാട് കുര്യത്താണ് കണ്ടെത്തിയത്. അവിടെ ആ സ്ഥലം ഏറ്റെടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം കാര്യമായ ഇടപെടൽ MLA എന്ന നിലയിൽ നടത്തുകയുണ്ടായി. ഏതായാലും അക്കാര്യത്തിൽ തീർച്ചയായിട്ടും ഈ 400 kV സബ്സ്റ്റേഷൻ അത് കുറവലങ്ങാട്ട് കേരളത്തിലെ ആദ്യത്തെ ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ എന്ന നിലയിൽ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. കിഫ്ബിയാണ് അതിൽ ഫണ്ടിങ് നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് കോടിക്കണക്കിന് രൂപയുടെ വലിയൊരു പദ്ധതി എന്ന നിലയിലാണ് കൂടംകുളം പദ്ധതി തന്നെ കേരളത്തിൽ നടപ്പാക്കിയത്. അതിൻ്റെ ഒരു പാർട്ട് നമുക്ക് അതിൻ്റെ വൈദ്യുതി ശൃംഖലയുടെ ആവിഷ്കാരവും സബ്സ്റ്റേഷൻ്റെ നിർമ്മാണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ കടുത്തുരുത്തി മണ്ഡലത്തിൽ കിഫ്ബി ഫണ്ട് വഴി നടപ്പാക്കി എന്നുള്ളതും ഞാൻ സന്തോഷത്തോടു കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്.
ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. അതിന് തീർച്ചയായിട്ടും ഞാൻ ഗവൺമെൻറ്റിനെ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നടക്കാതെ പോയ ഒരുപാട് കാര്യങ്ങൾ മറ്റു ഭരണമുന്നണി MLA മാർക്കെല്ലാം പരിഗണന കൊടുത്ത് അത്രയില്ലെങ്കിലും ഞങ്ങൾക്ക് കൂടി ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ഒന്ന് തരുന്നതിനുള്ള നടപടി കൂടി സ്വീകരിച്ചാൽ കിഫ്ബി എല്ലാവർക്കും ഉപകരിക്കുന്നൊരു പദ്ധതിയാണ് എന്ന് തീർച്ചയായിട്ടും പറയും. ഗവൺമെൻറ് എല്ലാവരെയും ഒരു പരിഗണനയോടെ കാണാൻ കഴിയുന്ന വിധത്തിൽ കിഫ്ബി പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകണം. എന്തായാലും കൂടുതൽ തുക ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സ്കീം എന്ന നിലയിലാണ് ഇത് കൊണ്ടുവന്നത്. ആ നിലയിൽ ഇത് മുന്നോട്ടും കൂടുതൽ ഉപകാരപ്രദമാകുന്ന വിധത്തിലേക്കുള്ള പദ്ധതികൾ ഏറ്റെടുക്കുവാനും നടപ്പാക്കുവാനും കഴിയട്ടെ എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.